കർത്താവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനം ചിന്തിക്കേണ്ടതിനായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത് വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമ്മെ സംബന്ധിച്ചുള്ള ദൈവിക കരുതലുകളെ കുറിച്ച് നാം തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളിൽ നിന്നും വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നും നാം അത് ഗ്രഹിച്ചു. എന്നാൽ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ച് ഉള്ള ദൈവിക കരുതലിൻ്റെ ആഴമെന്തെന്ന്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നുവാൻ കഴിയാത്തത്ര വലിയതാണെന്ന്. യെശയ്യാവിന്റെ പ്രവചനം 64:4 ഇപ്രകാരം ദൈവവചനം ഓർപ്പിക്കുന്നു: നീയല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇല്ല. വിളിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവം, അഥവാ വിളിക്കുമ്പോൾ തന്നെ മറുപടി നൽകുന്ന ദൈവം, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതു വിധത്തിലും പ്രവർത്തിക്കേണ്ടതിന് സദാ ജാഗരൂകനായിരിക്കുന്ന നമ്മുടെ പിതാവ്. ആ ദൈവിക സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് എന്തെല്ലാം കരുതി വച്ചിരിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ തിരുവചനത്തിൽ കൂടി ആഗ്രഹിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. പ്രൈസ് ഗോഡ്. സ്വർഗത്തിൽ ഏറ്റവും വലുതും വിലപ്പെട്ടതും ശ്രേഷ്ഠവുമായ, പകരം വെക്കുവാൻ മറ്റൊന്ന് ഇല്ലാത്തതുപോലെ ഉദാത്തമായ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ മനസ്സായ ദൈവം. കാരണം ഒരിക്കൽ എന്നേക്കും മരണവക്ത്രത്തിൽ അകപ്പെട്ടു പോയി നിത്യമായ ഞരക്കവും നിലവിളിയും മൂടി ശിക്ഷാവിധിക്ക് പാത്രമാകേണ്ടുന്ന നമ്മുടെ വെളിപ്പെടുവാൻ പോകുന്ന ന്യായവിധിയെ തിരിച്ചറിഞ്ഞിട്ട് ഏറ്റവും വിലപ്പെട്ടത് നമുക്ക് വേണ്ടി തന്നിട്ടെങ്കിലും നമ്മെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ഹൃദയം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിലമതിക്കുന്നു. ദൈവം നമ്മെ ആർദ്രമായി സ്നേഹിക്കുന്നു. നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിൻ്റെ പക്കൽ തിരിച്ചറിവോടെ, സ്നേഹത്തോടെ, തികഞ്ഞ ബോധ്യത്തോടെ നമുക്ക് മുഴങ്ങാൽ മടക്കാം.
സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ നമ്മുടെ അപ്പന്റെ മുമ്പിൽ മുട്ടുമടക്കാം. ഇതുവരെ കേട്ടിട്ടില്ലാത്തതും നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഭാവനകളിൽ, ചിന്തകളിൽ തോന്നിയിട്ടുമില്ലാത്തതുമായ അനേക വിടുതലുകൾ, മറുപടികൾ ഒരുക്കി വച്ചിരിക്കുന്ന ആ ദൈവിക ഹൃദയത്തെ നമുക്ക് മാനിക്കാം. ഒരു പുത്തൻ വിടുതലിനായി ഈ പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നുവെന്ന ഏറ്റുപറച്ചിലോടെ, തിരിച്ചറിവോടെ ദൈവകൃപയിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.